സൗത്ത് ഇന്ത്യയിലത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉഴുന്നുവട. ഇത് ഇഡ്ഡലിയുടെ കൂടെ അല്ലെങ്കിൽ പൊങ്കൽ അല്ലെങ്കിൽ സാമ്പാർ പൊടിയായിട്ട് കഴിക്കാൻ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഫ്ലഫി ആയിട്ടും ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കാൻ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് 1.5 കപ്പ് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു പിടി പച്ചരി നമുക്ക് ചേർക്കാം. പച്ചരി മെയിനായിട്ട് ചേർക്കുന്നത് വടയ്ക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചരി ചേർക്കുന്നത്. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് ചേർത്ത് നമ്മൾ ഉഴുന്നരയ്ക്കുമ്പോൾ വടയ്ക്ക് നല്ല ഒരു ഗോൾഡൻ കളറ് കിട്ടും. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉഴുന്ന് നമ്മൾ ഒറ്റ പ്രാവശ്യം കഴുകാൻ പാടുള്ളൂ. കുറേ പ്രാവശ്യം നമ്മൾ കഴുകുമ്പോൾ ഉഴുന്നരയ്ക്കുന്ന സമയത്ത് ഉഴുന്ന് പൊന്താനുള്ള ചാൻസസ് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് ഒറ്റ പ്രാവശ്യം മാത്രം കഴുകുക. എന്നിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും ഉഴുന്നിനെ നമുക്ക് കുതിരാൻ വെക്കണം. അപ്പോൾ 8 മണിക്കൂർ കുതിരണമെന്ന് വെച്ചാൽ നമുക്ക് തലേ ദിവസം ഒരു 10-11 മണിക്ക് അങ്ങനെ കുതിർത്തിയാൽ പിറ്റേ ദിവസം കാലത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 6 മണിക്ക് കഴിഞ്ഞിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടുള്ള ഉഴുന്നുവട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഉഴുന്നിനെ ഗ്രൈൻഡറിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പോൾ നമുക്ക് ഉഴുന്ന് കുറച്ചുകൂടി നന്നായിട്ട് പൊന്തി കിട്ടും. മാവ് ചൂടാവില്ല ഒട്ടും. മാവ് ചൂടാവേണ്ട വേണം അരച്ചെടുക്കണം. അപ്പോഴാണ് വട നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുള്ളൂ. ഇല്ലെങ്കിൽ അത് കല്ല് പോലെ ആവുള്ളൂ. ഇവിടെ കഴിയുന്നതും നിങ്ങൾ ഗ്രൈൻഡറിൽ അരച്ചെടുക്കുക. അഥവാ മിക്സിയിൽ അരയ്ക്കുകയാണെങ്കിൽ മാവ് ചൂടാവേണ്ട വേണം അരയ്ക്കാൻ. വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കുക. ഉപ്പ് അരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ പച്ച തേങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിന് അതിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഇങ്ങനെ എയർ കയറുമ്പോൾ നമ്മുടെ വട കുറച്ചുകൂടി നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ ഞാൻ കടായിൽ മീഡിയമായിട്ട് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് തന്നെ വേണം ഉഴുന്നുവട ചുട്ടെടുക്കാൻ, ഇല്ലെങ്കിൽ ഉഴുന്നുവട എണ്ണ കുടിക്കുകയുള്ളൂ. സോ മീഡിയമായിട്ട് ചൂടായി വരുമ്പോൾ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഉഴുന്ന് മാവിനെ നമ്മൾ വടയുടെ ഷേപ്പിൽ കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് നന്നായിട്ട് പൊന്തി ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ലൈറ്റായിട്ട് ചുവന്ന കളർ വരുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിങ്ങനെ എടുത്ത് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഉഴുന്ന് വട നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് സാമ്പാറിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇഡ്ഡലി പൊങ്കലിൻ്റെ കൂടെ ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഉഴുന്ന് വട ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു മിനിമം 8 മണിക്കൂറെങ്കിലും ഉഴുന്നിനെ കുതിരാനുള്ള രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അരി പച്ചരി തന്നെ വേണം ചേർക്കാൻ. അപ്പോഴാണ് വടയ്ക്ക് നന്നായിട്ട് ക്രിസ്പിനെസ് കിട്ടുള്ളൂ. പിന്നെ ഒരു 2 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർക്കുമ്പോൾ നന്നായിട്ട് ഗോൾഡൻ കളറും വടയ്ക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. റെസിപ്പി ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.